ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഹോം ടൂറാണ് കേട്ടോ. ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ കേരളത്തിൽ അധികമൊന്നും കണ്ടുവരാത്ത നമ്മുടെ കൃഷ്ണ ശില കൊണ്ട് നിർമ്മിച്ച ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീട്. നമുക്ക് പഴയ കാലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന നമ്മുടെ പടിപ്പുര ജസ്റ്റ് അത് തുറന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. കയറുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് മനോഹരമായിട്ടുള്ളൊരു തുളസിത്തറയാണ്. ഈ ഒരു തുളസിത്തറ നിർമ്മിച്ചിരിക്കുന്നതും ഈ പറഞ്ഞ കൃഷ്ണ ശില എന്ന് പറയുന്ന ആ ഒരു കല്ലുകൊണ്ട് തന്നെയാണ്. നമ്മുടെ മുറ്റത്തിലേക്ക് ബാംഗ്ലൂർ സ്റ്റോണും നമ്മുടെ സിന്തറ്റിക് ഗ്രാസും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വളരെ വൈഡായിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വീടിന് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു നല്ലൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കിണറിൻ്റെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ആളോടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനം തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ആ ഒരു കൃഷ്ണശില എന്ന് പറയുന്ന ആ ഒരു പാറയിൽ ചെയ്തിരിക്കുന്ന കിണറാണ്. ഇതിൻ്റെ ചില കല്ലുകളുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മീറ്ററോളം വലിപ്പമുണ്ട് കേട്ടോ. ഇത് തമിഴ്നാട്ടിലെ മയിലാടി എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ് ഈ ഒരു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ മൊത്തത്തിലുള്ള ഈ ഒരു കൃഷ്ണശില ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും. ഏകദേശം നമ്മുടെ ചെറിയ ഒരടി വരുന്ന ഈ ഒരു കല്ലിന് ഏകദേശം 400 രൂപയാണ് സൈറ്റിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ചാർജ് എന്ന് പറയുന്നത്. ഈ വീടിൻ്റെ പുറം ഭാഗം, അതായത് ഔട്ടർ വാൾ എല്ലാം ചെയ്തിരിക്കുന്നത് ഈ കൃഷ്ണശില കൊണ്ട് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു 30 കല്ലിനപ്പുറം ഈ വീട് വർക്ക് ചെയ്യാനായിട്ട് ജോലിക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ രസകരമായ അല്ലെങ്കിൽ കൗതുകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാണ് വീടിനകത്തേക്ക്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2000 സ്ക്വയർ ഫീറ്റാണ് വീട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടറിയാം. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ലോങ് ലെങ്ത് വരാന്ത തന്നെയാണ്. ഏകദേശം 15 മീറ്ററിൽ കൂടുതൽ നീളത്തിനാണ് ഈ വരാന്ത ചെയ്തിരിക്കുന്നത്. 4 പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലേക്ക് വരുകയാണെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റ്, നമ്മുടെ ഗാലക്സി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഫ്ലോറിലേക്ക് മുഴുവനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ്. ഫുൾ ബോഡി ടൈൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അറിയാം, സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അഫക്റ്റ് ചെയ്യൂല. അത്യാവശ്യം മറ്റ് ടൈലുകളെ അപേക്ഷിച്ചിട്ട് ഒരല്പം നമുക്ക് റേറ്റ് കൂടുതലുമാണ്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പില്ലറുകളാണ്. ഈ പില്ലറുകളിൽ നമുക്ക് ആ ഒരു പിന്നെ സ്റ്റോണ് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മുടെ ക്ലാഡിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ശരിക്കും നമുക്കൊരു അമ്പലത്തിൻ്റെ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അതിലും രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ ടോപ്പിൽ വുഡിൽ തീർത്തിരിക്കുന്ന ഈ ഒരു ഡിസൈനാണ്. ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അറിയാവുന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞ് സ്പേസ് പൂജാമുറിയാണ്. എന്തായാലും അത് ഓപ്പൺ ചെയ്യുന്നില്ല. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. കയറുന്നതിന് മുമ്പ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേക്കിൽ തീർത്ത ഡബിൾ ഡോറാണ്. ഏകദേശം 1.5 മീറ്റർ വൈഡിലാണ് ഈ ഒരു ഡോറ് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള 2-3 പാളി വിൻഡോസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മളെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലത്തെ നടുമുറ്റം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെയാണ്. ശരിക്കും പലപ്പോഴും ഇത്തരത്തിൽ നമ്മുടെ കോർട്ട്യാർഡ് കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. പക്ഷേ എന്നിട്ട് അത് മഴവെള്ളമൊന്നും വീഴാതെ അടയ്ക്കലാണ് പതിവ്. എന്നാൽ ഇവിടെ തികച്ചും ഫുള്ള് നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം മുഴുവനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു നടുമുറ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. കുറച്ച് മെയിൻ്റനൻസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടിയൊക്കെ ലൈവ് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ വളരെയധികം ഭംഗിയാവും. ഈ ഒരു നടുമുറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു ലിവിങ് ഹാളിലേക്ക് മാക്സിമം ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ട് ഇവിടെ ഒരു ചെറിയ നമ്മുടെ ഒരു ഊഞ്ഞാൽ പോലുള്ളൊരു സംഭവം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോർ മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ വുഡൻ ഫിനിഷിൽ വരുന്ന നമ്മുടെ ടൈൽസാണ്. 4x2 ആ ഒരു സൈസിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റൂഫിങ്ങിലേക്ക് വന്നാൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ്, വാം വൈറ്റ് പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ്.
ഇതൊരു ട്രഡീഷണൽ സ്റ്റൈൽ വീടാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ടീക്വുഡ് ഫിനിഷ് ഇൻറ്റീരിയറിലും മൊത്തം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ചെറിയ ഒരു സോഫ, അതും ടീക്വുഡിലാണ്. ഒരു ബെയ്ജ് കളർ റെക്സിനൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് നമ്മുടെ വിൻഡോസിൽ വന്നിരിക്കുന്ന ആ ബ്ലൈൻഡ്സ് പോലും ആ ഒരു ടീക്വുഡ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 ബെഡ്റൂമിൻ്റെ സിംഗിൾ ഫ്ലോർ വീടാണ്. നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ബെഡ്റൂം കാണാനായിട്ട് സാധിക്കും. ടീക്വുഡിലാണ് ഇവിടുത്തെ ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടൈലിലേക്ക് വരുവാണെങ്കിൽ 4x2 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. 10-12 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 10-12 എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ബെഡ്റൂം അല്ലേ എന്ന് പലപ്പോഴും ആൾക്കാർ വിചാരിക്കും. പക്ഷേ നമ്മുടെ സ്പേസ് നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വലിപ്പവും ഭംഗിയൊക്കെ വരുന്നത്. ഇനി നമുക്ക് മറ്റ് 3 ബെഡ്റൂമുകൾ കൂടി പരിചയപ്പെടാം. ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഏത് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാലും നമ്മൾ കാണുന്നത് ഈ ഒരു നടുമുറ്റം തന്നെയാണ് കേട്ടോ. ഇവിടേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു ഏരിയ കവർ ചെയ്തിട്ട് തന്നെ നല്ലൊരു സ്റ്റഡി ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ CCTVയുടെ DVR കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ലൈബ്രറിയിൽ നിന്നോ വർക്കിംഗ് സ്പേസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ല ഫീലിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം അവിടുത്തെ ആ ഒരു ലൈറ്റും ഇവിടെയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ വിൻഡോ ആണ്. വളരെ നല്ലൊരു ലൈറ്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ടോയ്ലറ്റ് കാണാനായിട്ട് സാധിക്കും. ഇതും നമ്മുടെ ഇവിടുത്തെ ഒരു കുട്ടിയുടെ ബെഡ്റൂമാണ്. വളരെ രസകരമായിട്ട് കുഞ്ഞ് സ്പേസിൽ ആ ഒരു ഇത് തന്നെയാണ് 10-12 സൈസിൽ തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും ക്രോസ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമുകളിൽ പലപ്പോഴും നമ്മൾ വാർഡ്രോബ്സുകൾ ചെയ്യലുണ്ട്. അപ്പോഴും നമ്മൾ ഈ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഡോർസ് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞൻ സ്പേസിലാണെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള നമ്മുടെ സ്ലൈഡിങ് ഡോർസ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ഒരു 2 മീറ്റർ വാർഡ്രോബ് ആണെങ്കിൽ 1 മീറ്റർ നമുക്ക് ആ ഒരു കവറേജും കിട്ടും ഓപ്പൺ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. എല്ലാത്തിൻ്റെയും ഡോറ് ടീക്വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 12 സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തും കളറിൽ വേറെ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് വൈറ്റിനകത്ത് ആ ഒരു ട്രഡീഷണൽ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ടീക്വുഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ആയിട്ട് ഈ ഒരു സ്പേസ് നമ്മുടെ ഡ്രസ്സിങ്ങിന് മേക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങൾ അതുപോലെ തന്നെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട FRP ഡോർ ഫിനിഷിലേക്ക് ഒരു ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 4ാമത്തെ ബെഡ്റൂം, ഇതും കിഡ്സ് ബെഡ്റൂമാണ്. 11-10 സൈസിൽ ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടത്തെയും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. ഹെവി സൈസിലുള്ള വാർഡ്രോബ് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചെയർസ് കാര്യങ്ങളൊക്കെയാണ്. ഒരു കോർണർ സെറ്റപ്പാണ് കേട്ടോ. ഈ ചെയർ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടാവും ഇതിനകത്ത് ഇരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു വൈഡ് വിൻഡോ ആണ് നമ്മുടെ ഈ പുറകിലേക്ക് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഏരിയയിൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ക്രോക്കറി ഷെൽഫ് കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 4 ബെഡ്റൂം ആയിരുന്നു. അതിൽ 3 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിരുന്നു. ഇനിയുള്ളൊരു കോമൺ ടോയ്ലറ്റ് ഈ ഒരു വാഷ് ഏരിയ ഈ ഒരു സ്പേസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ വൈഡായിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. ശരിക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നൊരു സാധനമാണ്. അപ്പം ഡൈനിങ് ഏരിയ എന്തായാലും പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് പറയാനുള്ളത് അല്ലെങ്കിൽ നെക്സ്റ്റ് പറയാനുള്ളത് കിച്ചണാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഒരു പുതുമയിലൊന്നും പറയാനില്ല. പക്ഷേ ഭയങ്കര ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കിച്ചണാണ്. ഇത് ഫുള്ള് നമ്മുടെ പ്ലൈവുഡിൽ ടീക്ക് വുഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്ന മോഡുലാർ കിച്ചണാണ്. മുകളിലേക്ക് നമ്മുടെ ഗാലക്സി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു ഫുൾ ബോഡി ടൈലാണ് ഇതിൻ്റെ വോളിൽ കാര്യങ്ങളൊക്കെ ഒറ്റ പീസ് ടൈലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാബറിൻ്റെ ആണ് ഹുഡ് ആൻഡ് ഹോബൊക്കെ ചെയ്തിരിക്കുന്നത്. സിങ്കും ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡെപ്തിലുള്ള ഹാൻഡ് മെയ്ഡ് സിങ്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ സ്റ്റോറേജ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ സ്പേസിൽ മാക്സിമം സ്റ്റോറേജ് സ്പേസ് നമ്മുടെ കിച്ചൻ്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ മാക്സിമം സ്പേസ് ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലാണ് ടോപ്പിലേക്ക് നമ്മുടെ സ്റ്റോറേജ് കാര്യങ്ങൾ, അതായത് ആവശ്യത്തിന് മാത്രം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയും സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ്
ഇതിൻ്റെ വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ സിങ്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡബിൾ സിങ്കാണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 31 അടി നീളവും അതുപോലെ തന്നെ 18 അടി വീതിയുമാണ് നമ്മളിരിക്കുന്ന ഈ ഒരു ഹോൾ റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അത് പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കല്ലിന് അല്ലെങ്കിൽ കൃഷ്ണശില എന്ന് പറയുന്ന ഒരു കല്ലിന് ഏകദേശം ഒരു കല്ലിന് 400 രൂപയാണ് റേറ്റ് വരിക. അപ്പം എന്തിന് അത്രയും എക്സ്പെൻസീവായിട്ടൊരു കല്ല് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് വന്നിരുന്നിട്ട് അത് ഫീൽ ചെയ്യണം. ശരിക്കും നമ്മൾ ഈ കാണിച്ച 4 ബെഡ്റൂമിലും AC കാര്യങ്ങളൊന്നുമില്ല, അത്രയ്ക്കും നല്ല കൂളിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യം നല്ല സൗണ്ട് പ്രൂഫുമാണ്. നമ്മുടെ തിയേറ്ററൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല ബെറ്ററാണെന്ന് തോന്നുന്നു ഈ ഒരു കല്ല് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂടിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.